PSC ഷോർട്ട് നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 PSC നടത്തിയ UP സ്കൂൾ ടീച്ചർ എക്സാമിലെ 20 സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്ന് സിദ്ധാന്തിക്കുന്ന മനഃശാസ്ത്ര സമീപനം. ഓപ്ഷൻ എ വ്യവഹാരവാദം, ഓപ്ഷൻ ബി ഘടനാവാദം, ഓപ്ഷൻ സി ഗസ്റ്റാൾട്ട് സിദ്ധാന്തം, ഓപ്ഷൻ ഡി ജ്ഞാനനിർമ്മിതിവാദം. ഉത്തരം ഓപ്ഷൻ സി ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ക്വസ്റ്റ്യൻ നമ്പർ 2. വ്യവഹാരവാദത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ വ്യവഹാരങ്ങളെല്ലാം ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ്. ഓപ്ഷൻ ബി ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരങ്ങളെക്കുറിച്ച് നിഗമനത്തിലെത്തുക സാധ്യമല്ല. ഓപ്ഷൻ സി മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ ആവശ്യമാണ്. ഓപ്ഷൻ ഡി ചോദന പ്രതികരണങ്ങൾ തമ്മിലുള്ള അനുബന്ധനമാണ് പഠനം. ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരങ്ങളെക്കുറിച്ച് നിഗമനത്തിലെത്തുക സാധ്യമല്ല എന്ന പ്രസ്താവന ശരിയല്ല. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ JB വാട്സൺ, ഓപ്ഷൻ ബി ജീൻ പിയാഷെ, ഓപ്ഷൻ സി BF സ്കിന്നർ, ഓപ്ഷൻ ഡി സിഗ്മണ്ട് ഫ്രോയിഡ്. ഉത്തരം ഓപ്ഷൻ ഡി സിഗ്മണ്ട് ഫ്രോയിഡ്. മാനവികതാവാദത്തിൻ്റെ പ്രധാന കാഴ്ചപ്പാടുകളിലൊന്ന് ഏത്? ഓപ്ഷൻ എ കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ഓപ്ഷൻ ബി സമൂഹവുമായി ഇടപഴകിക്കൊണ്ടാണ് അറിവ് നിർമ്മിക്കുന്നത്. ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യ വ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം. ഓപ്ഷൻ ഡി മനുഷ്യരുടെ അബോധ മനസ്സിലാണ് മാനസിക യാഥാർത്ഥ്യങ്ങൾ കുടികൊള്ളുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യ വ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം. പിയാഷെയുടെ സിദ്ധാന്തപ്രകാരം നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ എ സ്വാംശീകരണം, ഓപ്ഷൻ ബി സംയോജനം, ഓപ്ഷൻ സി ആയോജനം, ഓപ്ഷൻ ഡി മെച്ചപ്പെടുത്തൽ. ഉത്തരം ഓപ്ഷൻ എ സ്വാംശീകരണം. ക്വസ്റ്റ്യൻ നമ്പർ 6. വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ അനാരോഗ്യം, ഓപ്ഷൻ ബി ന്യൂനബുദ്ധി, ഓപ്ഷൻ സി ശ്രദ്ധക്കുറവ്, ഓപ്ഷൻ ഡി അഭ്യാസക്കുറവ്. ഉത്തരം ഓപ്ഷൻ സി ശ്രദ്ധക്കുറവ്. ക്വസ്റ്റ്യൻ നമ്പർ 7. തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിൽ പാരമ്പര്യവും പര്യാവരണവും ഒരുപോലെ സഹായിക്കുന്നു. ഓപ്ഷൻ ബി പാരമ്പര്യമായ കഴിവുകൾ ഏതു പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു. ഓപ്ഷൻ സി അനുകൂലമായ പര്യാവരണത്തിൽ പാരമ്പര്യമായ കഴിവുകൾ വികാസം പ്രാപിക്കുന്നു. ഓപ്ഷൻ ഡി പാരമ്പര്യം വികാസത്തിൻ്റെ അടിത്തറയും പര്യാവരണം അതിൻ്റെ ഘടനയുമാണ്. ഇതിൽ പാരമ്പര്യമായ കഴിവുകൾ ഏതു പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ വൈകാരിക വികാസം, ഓപ്ഷൻ ബി വൈജ്ഞാനിക വികാസം, ഓപ്ഷൻ സി ശാരീരിക വികാസം, ഓപ്ഷൻ ഡി സാമൂഹിക വികാസം. ഉത്തരം ഓപ്ഷൻ എ വൈകാരിക വികാസം. മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഓപ്ഷൻ എ യുക്തിചിന്ത, ഓപ്ഷൻ ബി അമൂർത്ത ചിന്ത, ഓപ്ഷൻ സി ശ്രേണീകരണം, ഓപ്ഷൻ ഡി പ്രശ്നപരിഹരണം. ഉത്തരം ഓപ്ഷൻ സി ശ്രേണീകരണം. ക്വസ്റ്റ്യൻ നമ്പർ 10. ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏതുതരം ബഹുമുഖ ബുദ്ധിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ ശാരീരികം, ഓപ്ഷൻ ബി ദൃശ്യസ്ഥലപരം, ഓപ്ഷൻ സി വൈകാരികം, ഓപ്ഷൻ ഡി കലാപരം. ഉത്തരം ഓപ്ഷൻ ബി ദൃശ്യസ്ഥലപരം. ക്വസ്റ്റ്യൻ നമ്പർ 11.
2010 ഇന്ത്യയിൽ നടപ്പിലായ വിദ്യാഭ്യാസാവകാശ നിയമത്തെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, മൗലിക അവകാശമായ വിദ്യാഭ്യാസം സൗജന്യമായി ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ലഭ്യമായി. ഓപ്ഷൻ ബി, സൗജന്യവും നിർബന്ധിതവുമായ പ്രൈമറി വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും സാർവത്രികമായി ലഭ്യമായി. ഓപ്ഷൻ സി, 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സാർവത്രികവും നിർബന്ധിതവുമായി. ഓപ്ഷൻ ഡി, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ മൗലികാവകാശമായി പ്രാബല്യത്തിൽ വന്നു. ഉത്തരം ഓപ്ഷൻ ഡി, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ മൗലികാവകാശമായി പ്രാബല്യത്തിൽ വന്നു. ക്വസ്റ്റ്യൻ നമ്പർ 12. ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ, അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. ഓപ്ഷൻ ബി, പ്രവൃത്തി വിദ്യാഭ്യാസ പദ്ധതി. ഓപ്ഷൻ സി, ഗ്രാമീണ വിദ്യാഭ്യാസ പദ്ധതി. ഓപ്ഷൻ ഡി, ദേശീയ വിദ്യാഭ്യാസ പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ, അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. റൂസോ തൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദമാക്കിയ ഗ്രന്ഥം? ഓപ്ഷൻ എ, ഡിസ്കോഴ്സ്. ഓപ്ഷൻ ബി, എമിലി. ഓപ്ഷൻ സി, സോഷ്യൽ കോൺട്രാക്റ്റ്. ഓപ്ഷൻ ഡി, കൺഫെഷൻസ്. ഉത്തരം ഓപ്ഷൻ ബി, എമിലി. ക്വസ്റ്റ്യൻ നമ്പർ 14. പ്രൈമറി ക്ലാസ് റൂം പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വീഡിയോ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, നിരന്തരം വീഡിയോകൾ കാണിക്കണം. ഓപ്ഷൻ ബി, ചെറിയ വീഡിയോ ആയിരിക്കണം. ഓപ്ഷൻ സി, നേരനുഭവങ്ങൾക്ക് സാധ്യതയില്ലാത്ത സന്ദർഭങ്ങളിലാണ് വീഡിയോകൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഓപ്ഷൻ ഡി, ഇടയ്ക്ക് അധ്യാപികയുടെ വിശദീകരണങ്ങൾ വേണം. ഉത്തരം ഓപ്ഷൻ എ, നിരന്തരം വീഡിയോകൾ കാണിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 15. പഠനവൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ, ഡിസ്ലെക്സിയ. ഓപ്ഷൻ ബി, ADHD. ഓപ്ഷൻ സി, ഓട്ടിസം. ഓപ്ഷൻ ഡി, സെറിബ്രൽ പൾസി. ഉത്തരം ഓപ്ഷൻ എ, ഡിസ്ലെക്സിയ. ക്വസ്റ്റ്യൻ നമ്പർ 16. സംഘപഠനത്തിൻ്റെ ഒരു പരിമിതി? ഓപ്ഷൻ എ, അച്ചടക്കം നഷ്ടപ്പെടുന്നു. ഓപ്ഷൻ ബി, സംഘാംഗങ്ങളിൽ ചിലരുടെ മേധാവിത്വം. ഓപ്ഷൻ സി, സമയപരിമിതി. ഓപ്ഷൻ ഡി, വ്യക്തിഗത ശ്രദ്ധയുടെ കുറവ്. ഉത്തരം ഓപ്ഷൻ ബി, സംഘാംഗങ്ങളിൽ ചിലരുടെ മേധാവിത്വം. ക്വസ്റ്റ്യൻ നമ്പർ 17. പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായി 1994 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി? ഓപ്ഷൻ എ, DPEP. ഓപ്ഷൻ ബി, SSA. ഓപ്ഷൻ സി, NPE. ഓപ്ഷൻ ഡി, RMSA. ഉത്തരം ഓപ്ഷൻ എ, DPEP. ക്വസ്റ്റ്യൻ നമ്പർ 18. ഏതു ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനമാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ എ, 1 മുതൽ 10 വരെ. ഓപ്ഷൻ ബി, 1 മുതൽ 12 വരെ. ഓപ്ഷൻ സി, -2 മുതൽ +2 വരെ. ഓപ്ഷൻ ഡി, -2 മുതൽ 10 വരെ. ഉത്തരം ഓപ്ഷൻ സി, -2 മുതൽ +2 വരെ. ക്വസ്റ്റ്യൻ നമ്പർ 19. ആശയാവതരണ രീതി എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, ആശയം അവതരിപ്പിക്കുന്ന രീതി. ഓപ്ഷൻ ബി, പാഠഭാഗം അവതരിപ്പിക്കുന്ന രീതി. ഓപ്ഷൻ സി, അക്ഷരം അവതരിപ്പിക്കുന്ന രീതി. ഓപ്ഷൻ ഡി, ചിഹ്നങ്ങൾ അവതരിപ്പിക്കുന്ന രീതി. ഉത്തരം ഓപ്ഷൻ ബി, പാഠഭാഗം അവതരിപ്പിക്കുന്ന രീതി. ക്വസ്റ്റ്യൻ നമ്പർ 20. പ്രൊജക്റ്റിൻ്റെ ഘട്ടങ്ങളുടെ ക്രമം? ഓപ്ഷൻ എ, നിഗമനം, പ്രശ്നം, അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം. ഓപ്ഷൻ ബി, പ്രശ്നം, അനുഭവപ്പെടൽ, അപഗ്രഥനം, വിവരശേഖരണം, നിഗമനം. ഓപ്ഷൻ സി, വിവരശേഖരണം, അപഗ്രഥനം, പ്രശ്നം, അനുഭവപ്പെടൽ, നിഗമനം. ഓപ്ഷൻ ഡി, പ്രശ്നം, അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം, നിഗമനം.
ഉത്തരം ഓപ്ഷൻ ഡി. പ്രശ്നം അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം, നിഗമനം.